ഹേ ഗൈസ്, എന്തൊക്കെയുള്ള വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ന് 75 ഹാർഡ് ചലഞ്ച് ഡേ 11 നമുക്ക് പുതിയൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് ചേർന്നതാണ്. അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ക്ലാസ് അല്ല, അന്ന് ചേരാൻ പോകണം. അപ്പോൾ തന്നെ ക്ലാസ്സും ഉണ്ടാവുക. അപ്പോൾ അതിന് പോകണം ഗൈസ്. ഇന്ന് ടോട്ടലി ഒരു ടൈം ടേബിൾ ഡേ ആണ്. എന്നുവെച്ചാൽ നമ്മൾ വീട്ടിലാണെങ്കിലും കറക്റ്റ് ഷെഡ്യൂളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ പോകാനാണ്. ഇന്ന് വലിയ ടൈമൊന്നും കിട്ടില്ല തോന്നുന്നു. അപ്പോൾ ആദ്യം ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോഴ്സിന് പോവും. പിന്നെ എങ്ങനെ കുറച്ച് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ അതേപോലെ ഇനി ചെയ്യണം ഗൈസ്. പിന്നെ ജിമ്മ് കഴിഞ്ഞു, പത്രം ഇടലും കഴിഞ്ഞു. ഞാൻ ഫോൺ ഇവിടെ കുത്തിച്ചാണ് ഗൈസ്. ഫോൺ ഡെഡായി അത് നീച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ചാർജ് ഇറങ്ങും. അതാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് എന്തെങ്കിലും തിന്നാം ഗൈസ്. അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ദോശയും കടലക്കറിയും ഒരു മുട്ടയും കഴിച്ചിട്ട് വരാം. നമുക്കിനി കോഴ്സിനെ പോകാം ഗൈസ്. 10:15 കഴിഞ്ഞു. 10:30 ആവാനായി. പോവാം ഗൈസ്. നമ്മളെ ഇവിടെ എത്തി. പോയോക്കട്ടെ. ഇന്ന് അഡ്മിഷൻ എടുക്കുകയാണ് ഗോയ്സ്. അങ്ങനെ കോഴ്സ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പെരിയിലെത്തി. ഹലോ, ചോറായാ? ചോറായിട്ടിയാ? പൈക്കണോ? ഗൈസ്, ചോറിന് പരിപ്പ് കറിയും പിന്നെ കപ്പക്കൂട്ടിൻ്റെ ഇറച്ചി, ഒരു മുട്ടയും, ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ചോറ് കഴിച്ച് കുറച്ച് നേരം ഫോൺ കണ്ടു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ 2:30 ആയി. 2:30 തൊട്ട് 3:30 വരെ നമുക്ക് CUT പ്രിപ്പയർ ചെയ്യാൻ ടൈമാണ്. CUT അപ്പോൾ ഇത് പഠിക്കണം. ഇന്ന് മുതൽ ഇത് തുടങ്ങണം. ഇന്ന് മുതൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ചെയ്ത് ഇങ്ങനെ പോകണം. ശനി ഞായറും ചിലപ്പോൾ ഓഫായിരിക്കും. വർക്കാകുമ്പോൾ വർക്ക് എടുക്കേണ്ടി വരും. കാരണം പൈസ വേണം, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, വെട്ടച്ചെലവിനൊക്കെ ഉള്ള. അപ്പോൾ ബാക്കിയുള്ള ദിവസം എല്ലാ ദിവസവും ടൈം ടേബിൾ പോലെ ഇങ്ങനെ പഠിച്ചു പോകണം. അപ്പോൾ വയസ്സ് ഞാൻ പഠിക്കട്ടെ. അന്ന് വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം. നോക്കട്ടെ. ഗൈസ്, അങ്ങനെ CUTൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. എക്കണോമിക്സ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ 4:20 ആയി. ഇനി കുറച്ച് കഴിയുമ്പോൾ ക്ലിനിക്കിൽ പോകണം. അത് വരണം, ബുക്ക് വായിക്കണം, സ്കരിക്കണം, കിടന്നോളണം. ദിവസം ഒരേപോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ തിന്ന ഗൈസ്. വൈകുന്നേരക്കടി ഗൈസ്. ഇതാണ് ഗൈസ് നമുക്ക് നല്ല ബ്രെഡും പീനട്ട് ബട്ടറും. എന്നും ഇപ്പോൾ തന്നെ പണി. അതിൻ്റെ മേലെ കുറച്ച് പാലും പാടി വെച്ച്. ഇത്രേ ഉള്ളൂ ഗൈസ്. കഴിച്ചിട്ട് വരാം ഗൈസ്. നമുക്കിനി ക്ലിനിക്കിലോട്ട് തെറിക്കാം. ഗൈസ്, കോഴിക്കടല ഭയങ്കര വേത്തൽ വരിക. അവിടെ നോളിയോ? വീട്ടിലെത്തി. ഒരു സാധനം കാണിച്ചേ. നല്ല മുറുക്ക് അച്ചപ്പുണ്ടായിരുന്നു കഴിഞ്ഞു തോന്നണം. പക്ഷെ ഇതുവരെ ഒന്നും തിന്നിട്ടില്ല. ഈ സാധനങ്ങളൊന്നും ഞാൻ തിന്നിട്ടില്ല. അത് വലിയൊരു സംഭവമാണ് തുടങ്ങിയതിന് ശേഷം. പക്ഷെ എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര ഒരു ഹാർഡായപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇതിങ്ങനെ തിന്നാൻ ഇങ്ങനെ ഭയങ്കര ക്രേവിങ്സ് വരുന്നുണ്ട്. ഷുഗറായാലും പ്രത്യേകിച്ച് മുട്ടായി. ആ ക്ലിനിക്ക് കഴിഞ്ഞാണ് ഇങ്ങനെ പോകുമ്പോൾ കടയിലൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ വിചാരിച്ചു. പിന്നെ ഇന്ന് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ വിചാരിച്ചു. അവസാനം കയറി ഒരു കോക്കനട്ട് വാട്ടർ, തേങ്ങ വെള്ളം വാങ്ങിക്കാണ്ട് പോകുന്നു. അതിങ്ങനെ ഉണ്ടായത് നന്നായി. തേങ്ങ വെള്ളം കുഴപ്പമില്ലല്ലോ, അത് വാങ്ങിക്കാണ്ട് പോകുന്നു. ഭയങ്കര ഒരു ക്രേവിങ്സ് വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അതിനിപ്പോൾ എത്ര 11 ആയിട്ടുള്ളൂ. ഇനി എത്ര കിടക്കണ നമുക്ക്. ചോറ് വയ്ക്കട്ടെ. ഇതെന്താ മൂടാസാണോ?
സാധനം ചെയ്യാണ്, എല്ലാരും ചെയ്യും. ഗൈസ് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞു. ഫോൺ സ്റ്റക്കായി. ഇത് പണ്ടൊരു പിരാന്ന് പിടിച്ചിട്ട് ഇടയ്ക്ക് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇത് റെഡി ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഇനി കിടക്കാൻ 8:45 10 മണിയാകുമ്പോഴത്തേക്കും കിടക്കണം. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്തുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നാളെ കാണാം ഗൈസ്. ബൈ.